പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിന് ഗുണം കിട്ടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യായാമമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാ ദിവസവും വ്യായാമം ചെയ്യാത്തവരുണ്ടാവും, മടിയുള്ളവരുണ്ടാവും. അവർക്കൊക്കെ ഹൃദയത്തിന് ഗുണം കിട്ടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യായാമം നമുക്ക് ചെയ്യാം. നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ കൈകൾ ഈ മുഷ്ടി ചുരുട്ടി പിടിച്ച് ചെയ്യുക എന്നാണ് അതിനെ പറയാം. നമ്മളിത് പറയുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിന്റെ വലുപ്പം അല്ലെങ്കിൽ ഭാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കിയിട്ട് ചെറുതായിട്ട് വ്യത്യാസപ്പെടും. എങ്കിലും പുരുഷന്മാരുടെ ഹൃദയത്തിന്റെ വലുപ്പം ഭാരം എന്ന് പറയുന്നത് 280 ഗ്രാം മുതൽ ഒരു 340 ഗ്രാം വരെ ഏകദേശം ഉണ്ടാവും. ഇനി സ്ത്രീകളുടേതാണെങ്കിൽ ഒരു 230 ഗ്രാം മുതൽ ഒരു 280 ഗ്രാം വരെ ഉണ്ടാവും ഏകദേശം. ഇനിയിപ്പോൾ ഏതെങ്കിലും സ്പോർട്സ് താരങ്ങളായ സ്ത്രീകളൊക്കെ ആണെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ വ്യത്യാസം വരും. എങ്ങനെയായാലും നമ്മുടെ ഹാർട്ടിനെ നമ്മൾ പരിഗണിക്കണം. നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഉറക്കം, നമ്മുടെ അമിതമായ ടെൻഷൻ, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ അരക്കെട്ടിൻ്റെ വലുപ്പം കൂടുമ്പോൾ നമ്മൾ സൗന്ദര്യം കുറയുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ സൗന്ദര്യത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ അരക്കെട്ടിൻ്റെ വലുപ്പം കൂടുന്നത് ഹൃദ്രോഗ സാധ്യത കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വ്യായാമം കൃത്യമായിട്ട് ചെയ്യണം. ഇനി വ്യായാമം ചെയ്യാൻ മടിയുള്ളവർക്കും എന്തെങ്കിലും വ്യായാമം ചെയ്യാൻ മറന്നു പോകുന്നവർക്കൊക്കെ ഡെയിലി എല്ലാ ദിവസവും രാവിലെ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു വ്യായാമമാണത്. നമ്മൾ കൈകൾ ഇങ്ങനെ ചുരുട്ടി പിടിക്കും. കൈ നിവൃത്തിയാണ് പിടിക്കേണ്ടത്. ഞാനിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ നിന്നുകൊണ്ട് ചെയ്യുക. ഈ രണ്ട് കൈകൾ ഇങ്ങനെ ചുരുട്ടി പിടിച്ചതിന് ശേഷം 1 മിനിറ്റ് ഇതേപോലെ 1 മിനിറ്റ് ചെയ്യുക. 1 മിനിറ്റ്. അതിനുശേഷം ഈ പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങനെ 1 മിനിറ്റ്. എല്ലാ ദിവസവും ഇത് ചെയ്യുക. ഇത് ചെയ്യുന്നത് കൊണ്ട് വേറെ വ്യായാമം വേണ്ടെന്നല്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ വ്യായാമം ചെയ്യാത്ത ദിവസം ഇത് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ ലെവലിൽ ഇത് ചെയ്യാം. ഓക്കെ, താങ്ക് യു.